ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സുധ. ഫുഡ് ആൻഡ് ബിയോണ്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? ഒരു വാനില ഐസ്ക്രീം. മിക്സിയിലാണ് ഇതുണ്ടാക്കുന്നത്. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാം. ഫ്രഷ് ക്രീം ചേർക്കുന്നത് കാരണം നല്ല ക്രീമി ആയ ഒരു ഐസ്ക്രീം ആയിരിക്കും ഇത്. ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു വാനില ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. 125 ml അതിൻ്റെ കപ്പാണിത്. അത് ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിക്കാം. അതിനുശേഷം ഞാനൊന്ന് സ്റ്റൗ ഓൺ ചെയ്യട്ടെ. അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത പാലൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ചേർത്ത് കൊടുത്ത പാല് തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അതെടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. അപ്പോൾ ഇതിൽ നിന്നും നമ്മളിപ്പോൾ തിളച്ച ഈ പാലിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ പാല്, 2ഓ 3ഓ നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും പാൽ ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂണോളം പാൽ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഈ പാലും ഈ കോൺഫ്ലോറും തമ്മിലൊന്ന് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി ഞാൻ തീ ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഞാനിപ്പോൾ മിക്സ് ചെയ്ത ഈ കോൺഫ്ലോറും പാലും കൂടിയിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിലേക്ക് വളരെ സാവധാനം മാത്രം ചേർത്ത് മിക്സ് ചെയ്യാം. കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്യണം. അപ്പോൾ ചേർത്ത് കൊടുത്ത കോൺഫ്ലോറും പാലും തമ്മിൽ നല്ലപോലെ ഒന്ന് കുറുകി കഴിഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് ഇത് കുറുകി കഴിഞ്ഞു. അതിനുശേഷം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കട്ടകളില്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. വളരെ ലോ ഫ്ലെയിമാണ് ഈ സമയത്തൊക്കെ കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ പഞ്ചസാരയും പാലും കോൺഫ്ലോറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒരു നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ വരണം. ഇപ്പം നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർക്കാം. എന്നതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞു. നമ്മുടെ സ്പാറ്റിലയിൽ ഇതുപോലെ കണ്ടില്ലേ, നമ്മുടെ സ്പൂണിൽ ഇതുപോലെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നല്ല ക്രീമി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പൂണിൽ ഇതുപോലെ നമ്മൾ കോരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ്. 250 ml ആണ് ഈ ഒരു പാക്കറ്റ്. അത് വളരെ സാവധാനം ഇതിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫ്രഷ് ക്രീം ഒന്ന് മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഫ്രഷ് ക്രീം ഞാൻ മുഴുവനായിട്ട് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു.
അതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 5 മിനിറ്റ് കൂടെ കുറുക്കിയെടുക്കണം. വളരെ ലോ ഫ്ലെയിം മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായിക്കോളും. അപ്പോൾ സാവധാനം ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് കുറുക്കിയെടുക്കട്ടെ. ഇതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇതുപോലെ നമുക്ക് തുടച്ച് എടുക്കണം. ഓൾമോസ്റ്റ് കുറുകി കഴിഞ്ഞു. ഇപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് സ്പാറ്റുലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്രീമി കൺസിസ്റ്റൻസി. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് കുറുകി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ മിക്സ് നന്നായി തണുത്ത് കഴിഞ്ഞു. ഇനി ഞാനിതൊരു മിക്സിയുടെ ബ്ലെൻഡർ ജാറിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ ഒന്ന്. അപ്പോൾ മിക്സിയുടെ ബ്ലെൻഡർ ജാറിലോട്ടേക്ക് ഞാനിപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ സ്പീഡിൽ 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഏറ്റവും ഹൈ സ്പീഡ് മിക്സിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 മിനിറ്റ് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ 2 മിനിറ്റ് ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്ത മിക്സാണിത്. ഇനി ഇതൊരു ബൗളിലേക്ക്, നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ആ ബൗളിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ മുഴുവനായി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രീസറിൽ ഒരു ½ ആൻ അവർ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇത് ഫ്രീസറിലോട്ടേക്ക് വെക്കട്ടെ. അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ എന്നതിന് ശേഷം പിന്നെയും നമുക്ക് കുറച്ചുകൂടെ പണി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫ്രീസറിലോട്ടേക്ക് വെക്കട്ടെ. അപ്പോൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ ബൗള് പുറത്തേക്ക് എടുത്തു. ഇനി ഒന്നുകൂടെ നമുക്കിത് മിക്സിയുടെ ആ ബ്ലെൻഡർ ജാറിൽ ഇട്ടിട്ട് 2 മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ മിക്സ് ബ്ലെൻഡറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ മിക്സിയുടെ ബ്ലെൻഡർ ജാറിൽ 2 മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്നുകൂടെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നല്ല ഹൈ സ്പീഡിൽ 2 മിനിറ്റ് കൂടി ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സാണിത്. ഇത് നമുക്ക് നമ്മൾ ആദ്യം ഒഴിച്ചു വെച്ച അതേ ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഞാനിതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാണ്. അതിനുശേഷം ഈ ബൗളിൻ്റെ ലിഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്രീസറിലോട്ടേക്ക് എടുത്തു വെക്കട്ടെ. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. എൻ്റെ മോളാണിപ്പോൾ ഇത് തുറക്കുന്നത്. വാവ്, നല്ല രീതിയിൽ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുറച്ച് ചോക്ലേറ്റ് പൗഡർ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, വെറുതെ ഒന്ന് ഗാർണിഷിന് വേണ്ടി മാത്രം വിതറുന്നതാണ്. അപ്പം ഞാനിന്നുണ്ടാക്കിയ വാനില ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐസ്ക്രീം അല്ലേ ഇത്. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ആകെപ്പാടെ ഒരു 5 മിനിറ്റിൻ്റെ കുക്കിംഗ് ടൈം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആവശ്യമുള്ള സമയത്തൊക്കെ ഇതുപോലെ 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഈ വാനില ഐസ്ക്രീം എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല ക്രീമിയാണ്. നല്ല ഈ ഫ്രഷ് ക്രീമി ചേർക്കുന്ന കാരണം നല്ല ക്രീമി സ്ട്രക്ചറാണ് അതിൻ്റേത്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായൊക്കെ എൻ്റെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാം. അതുവരേക്കും ദിസ് ഇസ് സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.